ഇന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ദേ ഇങ്ങനെ ചതച്ചെടുക്കുകയാണേ. മുളപ്പിച്ച ചെറുപയറാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് മിനിഞ്ഞാന്ന് രാത്രി വെള്ളത്തിലിട്ടിട്ട് ഇന്നലെ രാവിലെ ഇത് ഒരു അരിപ്പയിൽ ഇങ്ങനെ വാലാൻ വെച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് ദേ നല്ലപോലെ മുള വന്നപ്പോൾ ഇന്ന് രാവിലെ എടുത്തിട്ടാണ് ഇന്ന് ഉപ്പേരി വെക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ദേ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി കഴിഞ്ഞപ്പോൾ ചതച്ച ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാടി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള ചതച്ച മുളകാണ് കൂടി ഇട്ട് കൊടുക്കണത്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 2 ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ അതേ മുളപ്പിച്ച ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണത്. അതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ചെറുതീയിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ അടി പിടിച്ചോ വെള്ളം വറ്റുമോ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കുവേ. അപ്പോൾ ഇത് നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഉപ്പേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്രോട്ടീൻ കൂടുതലുള്ള നമ്മുടെ ഇന്നത്തെ ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.